എല്ലാവർക്കും സ്വാഗതം. സച്ചിയാണെങ്കിൽ അബിനോട് പറയുന്നുണ്ടായിരുന്നു, ഒരു ബുദ്ധി ഇങ്ങനെ പറഞ്ഞു തന്നാൽ അതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നിന്നെക്കൊണ്ട് എന്നൊക്കെയാണ് കേട്ടോ അബിനോട് പറയുന്നത്. അപ്പോൾ രാത്രി ചിലപ്പോൾ നീ കിടക്കുന്ന സമയത്തായിരിക്കും നിൻ്റെ മേലിലൂടെ പാമ്പ് എഴയുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ സാറേ എന്ന് പറയും കേട്ടോ. അപ്പോൾ പാമ്പാണെങ്കിലും പടികളൊക്കെ കയറി മുകളിലേക്ക് വരുന്നൊക്കെ സച്ചി പറഞ്ഞുകൊണ്ട് തന്നെ അബിക്ക് നല്ല പേടിയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആ പാമ്പ് എവിടെ പോയി എന്ന് അറിയില്ലല്ലോ, ഇതിപ്പോൾ ഒരു ഉള്ള മനസമാധാനം പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ CI ആണ് ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ അയാളും പറയുന്നത് പാമ്പ് പടികളൊക്കെ കയറി മുകളിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണെന്ന് പറയുമ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ ജലജയ്ക്കും ആകെ ടെൻഷനായിട്ടോ. ഇനിയിപ്പോൾ സമാധാനത്തിൽ റൂമിലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവും. പിന്നീട് റൂമിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് അവിടെ ആകെ റൂമിൽ കട്ടിലിൻ്റെ അടിയിലും എല്ലായിടത്തും നോക്കുകയാണ് കേട്ടോ പാമ്പ് അവിടെ എവിടെ എങ്ങാനും ഉണ്ടോയെന്ന്. അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മ എന്താ തിരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയും, എൻ്റെ കമ്മലിൻ്റെ ആണി പോയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. സ്വർണ്ണമാണല്ലോ, ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ എന്താ വില, സ്വർണ്ണ ബിസിനസ്സുകാരാണെങ്കിലും നമുക്ക് വെറുതെ ആരും സ്വർണ്ണമൊന്നും കൊണ്ട് തരില്ലല്ലോ, ഞാനും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നവ്യ എല്ലായിടത്തും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ കട്ടിലിൻ്റെ അടിയിലൊക്കെ നോക്കുമ്പോൾ ജലജ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, നോക്ക് നിന്നെ പാമ്പ് കടിച്ചാലും നേട്ടം തന്നെയാണ് എന്നിങ്ങനെ ഓർക്കും. പിന്നീട് ജലജ ഷെൽഫ് തുറക്കുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന തുണികളെല്ലാം കൂടി ജലജയുടെ കാലിലേക്ക് വീഴും കേട്ടോ. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞെങ്കിൽ പേടിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നവ്യ വരും കേട്ടോ. തുണികളെല്ലാം കൂടെ ഷെൽഫ് തുറന്ന സമയത്തും കൂടി ചാടിയതാണെന്ന് പറയുമ്പോൾ പിന്നെ അമ്മ എന്താ വിചാരിച്ചത്, പാമ്പ് ചാടിയതാണെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയട്ടോ ജലജ. പിന്നീട് അബിയാണെങ്കിൽ അബിയുടെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ മൊത്തം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്നാൽ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ തിരയുന്നത്, നിൻ്റെ സ്വർണ്ണം പോയോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ സ്വർണ്ണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മയുടെ റൂമിൽ ചെന്ന സമയത്ത് അമ്മ അവിടെ ആകെ തിരയായിരുന്നു, അപ്പോൾ ചോദിച്ചപ്പോൾ സ്വർണ്ണം പോയി എന്നാണ് പറഞ്ഞത്, അങ്ങനെ നിൻ്റെ വല്ലതും പോയി ചോദിക്കുമ്പോൾ എൻ്റെ ഇയർബഡ്സ് കാണാനില്ല എന്ന് പറയും. അപ്പോൾ അത് സൈഡ് ടേബിളിൻ്റെ അവിടെ നിന്ന് നവ്യ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ പിന്നെ കണ്ടുണ്ടായാൽ മാത്രം പോരാ, കാണണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴും അബി പറയുന്നത്, ഇന്നിവിടെ വലിയ ഫംഗ്ഷനൊക്കെ നടന്നല്ലോ, നിൻ്റെ അനിയത്തി അമ്മയാവാൻ പോകുന്നതിൻ്റെ, അപ്പോൾ നീ അമ്മയാവാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ വല്ല ഫംഗ്ഷൻ ഇവിടെ നടന്നായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അന്ന് ആ സമയത്ത് നീയും നിൻ്റെ അമ്മയൊന്നും എന്നെ സ്നേഹിച്ചില്ലായിരുന്നല്ലോ, അപ്പോൾ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. പിന്നീട് അതൊക്കെ സംസാരിച്ച് അബി ആണെങ്കിൽ അവിടെ നിന്ന് പോട്ടോ. അബി വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ടൊക്കെയാണ് പോകുന്നത്. പിന്നീട് എല്ലാവരും ഫംഗ്ഷന് വേണ്ടി റെഡി ആവുകയാണ്. പലഹാരമൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു, ഓരോരുത്തരായിട്ട് കൊണ്ടുവയ്ക്കും. അപ്പോൾ ജലജി അബിയും വന്നിട്ട് അവിടെ മാറി നിൽക്കുക. അപ്പോൾ നന്ദു ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യനോട് പറയും, ചേച്ചിയുടെ ഭർത്താവും അമ്മായിയമ്മ എന്താ മാറി നിൽക്കുന്നതെന്ന് നോക്കിയിട്ട്. അപ്പോൾ നവ്യ പറയാണ്, എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ നയനയുടെ പരിപാടി ആയതുകൊണ്ടാണ് എതിർപ്പില്ലാത്തത്, ആ കുറ്റവാളി ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയും. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ആരെ കുറ്റവാളി എന്ന് ഉദ്ദേശിച്ച് ചോദിക്കും. നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്ന് നോക്കിയിട്ട്. അപ്പോൾ നന്ദു മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എനിക്കെല്ലാം മനസ്സിലായി, ഇന്നത്തോടു കൂടിയേ ഇവൻ്റെ ഇത് ഇവിടെ ഉണ്ടാവുള്ളൂ, നാളത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലാവും എന്നിങ്ങനെ നന്ദു മനസ്സിലോർക്കുകയാണ് കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നയനേനെയും ആദർശിനെയും കാണാനില്ല കേട്ടോ, അപ്പോൾ അവരവിടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അനി പറയും. അപ്പോൾ ഞാനാണെങ്കിൽ അത് അറിയാതെ അവരുടെ റൂമിലേക്ക് ചെല്ലുകയും ചെയ്തു എന്ന് പറയും. അപ്പോൾ ജാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ വിളിക്കാതെ ചെന്നതെന്ന്. അപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു, ഞാനത് അറിയാതെ ഇങ്ങനെ കയറി പോയതാണ്, എന്തായാലും എന്നെ അവർ കണ്ടിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സമയത്തും അബിയും ജലജി അവിടെ ഭയങ്കര ചർച്ചയാണ് കേട്ടോ, പാമ്പിനെ കാണാനില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് കേട്ടോ. അവർക്കാണെങ്കിൽ ഹോളിലേക്ക് പോകാനും പേടിയാണ്, പൂജാമുറിയിൽ നിന്ന് നേരെ പാമ്പ് ഹാളിലേക്കാണോ ചെന്നതെന്നുള്ള ആ പേടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് ജലജ, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഇനിയിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വെപ്രാളം കാണിച്ച് എല്ലാവർക്കും സംശയം ഉണ്ടാക്കരുത് എന്ന് പറയും കേട്ടോ. എന്തായാലും പിന്നീട് ചന്തുമോൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു, പാമ്പാണെങ്കിലും അതിലൂടെയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പിന്നെ ചന്തുമോളാണെങ്കിൽ നവ്യയുടെ അടുത്തായിട്ട് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ നവ്യ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ദേവയാനി മോളെ വിളിക്കും കേട്ടോ. അപ്പോഴേക്കും നൈനയും ദൃശ്യം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇതാ വരുന്നത് സ്നേഹിച്ചവരെന്ന് പറയട്ടോ. അജയനാണെങ്കിലും അങ്ങനെ അവരവിടെ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് അവരോട് രണ്ടുപേരോടും ഇരിക്കാനായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഭർത്താവല്ലേ മധുരം കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അതെ ആദ്യം ഭർത്താവ് തന്നെയാണ് കൊടുക്കേണ്ടത്, അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് പിന്നീട് എല്ലാവരും ഇങ്ങനെ അതൊക്കെ സംസാരിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, നീ എന്താണ് അങ്ങനെ നിൽക്കുന്നത്, ഇനി അടുത്തത് നിൻ്റെ ഊഴാണ്, നിൻ്റെ കുട്ടികളെ കാണാനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അതിന് എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടാന്നിങ്ങനെ അനി പറയുകയാണ്. നന്ദൂനെ നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അതെന്താ നിനക്കിപ്പോൾ കല്യാണം വേണ്ടാത്തത്, നല്ല ബന്ധം വന്നാൽ അത് ഉടനെ തന്നെ നടത്തുമെന്ന് ജാനകി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ ഉടനെ നടക്കും എന്ന് പറയും. പിന്നീട് മുത്തശ്ശൻ പറയുകയാണ്, നിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അയാളെ പറ്റുമെങ്കിലും ഒന്ന് സഹായിക്കുക പറയും കേട്ടോ. നവീൻ്റെ കാര്യമാണ് പറയുന്നത്. നവീൻ്റെ മനസ്സിൽ ഏതൊരു പെൺകുട്ടി ഉണ്ട്, അപ്പോൾ അത് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് അവൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തി കൊടുക്കാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും കേട്ടോ. എനിക്കിങ്ങനെ നമ്മുടെ കേസ് വാദിച്ച സമയത്ത് പോലും അങ്ങനെ ഫീസൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനിയാണെങ്കിലും ആദർശാണെങ്കിലും. പിന്നീട് എന്നാൽ പിന്നെ ഫംഗ്ഷൻ തുടങ്ങാം എന്ന് പറയും. പിന്നീട് അങ്ങനെ ആദർശാണെങ്കിൽ
നൈനിക്ക് ഓരോരോ പലഹാരങ്ങളായിട്ട് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നൈന് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഇങ്ങനെ പലഹാരം തന്നാൽ എനിക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇങ്ങനെ മോളുടെ ഭർത്താവ് മാത്രമേ എല്ലാ പലഹാരങ്ങളും തരുള്ളൂ, ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമേ തരുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. അപ്പം നൈനിക്കാണെങ്കിലും ആദർശ് ഇങ്ങനെ മധുരം കൊടുക്കുന്ന സമയത്ത് നവ്യയ്ക്കും അതുപോലെ തന്നെ ജലജയ്ക്കും അഭിക്കൊന്നും അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അത് അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ആ പാമ്പ് ഇങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദർശ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാവരും ഇങ്ങനെ നൈനിക്ക് പലഹാരം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ജലജയാണെങ്കിൽ ആ പാമ്പ് അതിലൂടെ ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബീനെ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പാമ്പ് ഇഴഞ്ഞു വരുന്നത് കാണുമ്പോൾ തന്നെ ജലജയ്ക്ക് ആകെ പേടിയാവുകയാണ് കേട്ടോ. അബിക്കാണെങ്കിലും നല്ല പേടിയുണ്ട് കേട്ടോ. പിന്നീട് എല്ലാവരും ഇങ്ങനെ മധുരം കൊടുത്തു കഴിഞ്ഞിട്ടും ജലജ കൊടുക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ കൊടുക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ജലജ ഇങ്ങനെ ആ പാമ്പ് അവിടെ ഉള്ളത് അറിയാവുന്നതുകൊണ്ട് ആ ഒരു പേടിയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ജലജയാണെങ്കിലും പലഹാരമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. പലഹാരം കൊടുത്തു കഴിഞ്ഞ് ജലജ പെട്ടെന്ന് തന്നെ ആ നിന്നിടത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാമ്പിനെ അവിടെ കണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് പാമ്പിനെ കാണാനുമില്ല, ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. അബീനോട് പറയുകയും ചെയ്യുന്നുണ്ട്, ആ പാമ്പ് എവിടെ പോയി എന്നിങ്ങനെ പറയൂ കേട്ടോ. ജലജയാണെങ്കിലും നല്ല പേടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് മുകളിൽ അവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തോ ഒരു മാല പൊട്ടി താഴെ വീഴുന്നുണ്ട് കേട്ടോ. ജലജയുടെ മുന്നിലേക്ക് അത് വീഴുന്നത്. അപ്പോൾ ജലജയാണെങ്കിലും പേടിച്ചങ്ങ് കരയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റിയെന്ന് നോക്കിയോ എല്ലാവരും. ഒന്നുമില്ല, അബി എൻ്റെ കാലിനൊന്ന് ചവിട്ടിയതാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. പാമ്പ് കയറിയതാണ്, അതിൻ്റെ പേടിയിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് എന്തായാലും ആ പേടിയോടുകൂടി തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അനി പറയുന്നുണ്ടായിരുന്നു, പിന്നീട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജലജി അബി മാറിയായിട്ടോ നിൽക്കുന്നത്. അപ്പോൾ നവ്യ അവരെ ഇങ്ങനെ അടുക്കളയ്ക്ക് വിളിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് ഫോട്ടോ എടുക്കും. പിന്നീട് എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അനി മധുരം കഴിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ, ഒന്ന് അവിടുന്ന് അങ്ങ് മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അനി പോവും, പിന്നീട് നന്ദും പോകുന്നുണ്ടായിരുന്നേ. എന്നിട്ട് അവർ മാറി നിന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ മധുരമൊക്കെ. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാട്ടോ രണ്ടുപേരും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് പാമ്പിനെ വീണ്ടും കാണിക്കുന്നുണ്ട്. പാമ്പ് വരുന്നത് ജലജ കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ കാണാനുമില്ല. അപ്പോൾ അതിൻ്റെ പേടി തന്നെയായിട്ട് ജലജ അവിടെ നിൽക്കുന്നത്. പാമ്പാണെങ്കിൽ നേരെ ജലജയുടെ അടുത്തേക്ക് തന്നെയാണ് ചെല്ലുന്നതും. അതൊന്നും ജലജ കാണുന്നില്ല കേട്ടോ, പിന്നിലൂടെയാണ് വന്നത്. എന്നിട്ട് സാരിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ജലജയുടെ കാലിനെ അങ്ങ് കൊത്തുന്നുണ്ട്. അപ്പോൾ കാലിന് കടി കിട്ടിയെന്ന് ജലജയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പേടിച്ച് നിലവിളിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ പാമ്പ് കടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ കാല് നോക്കുന്ന സമയത്ത് പാമ്പിൻ്റെ കടിയേറ്റ പാടുണ്ടാവും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും എല്ലാവരും ഇങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുകയാണ്. ജാനകി പറയുകയും ചെയ്യുന്നുണ്ട്, ശരിയാണല്ലോ പാമ്പ് കടിച്ച പാടുണ്ടല്ലോ എന്ന് പറയും. അപ്പോഴേക്കും അബി അമ്മാവ വേഗം വാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് അറിഞ്ഞ് ജലജേനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അജയനും അബിയും കൂടിയാണ് പിടിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോഴും ജലജ പറയുന്നുണ്ടായിരുന്നു, എന്നെ മൂർഖനെ കടിച്ചത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയും. അപ്പോൾ മൂർഖനെ കടിച്ചതെന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ അജയൻ ചോദിക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ മൂർഖനെയാണ് കണ്ടത് എന്ന് പറയും കേട്ടോ. എന്തായാലും പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നന്ദുവിനാണെങ്കിലും നല്ല സംശയമുണ്ട് കേട്ടോ. നന്ദു പറയുന്നുണ്ടായിരുന്നു, വീടിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, അത് അവർക്ക് അറിയായിരുന്നു എന്നാണ് തോന്നുന്നതെന്ന് പറയും. അങ്ങനെ ജലജയാണെങ്കിലും അജയനോട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടാൻ പറയുകയാണ് കേട്ടോ. എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാലേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വേഗം വണ്ടി വിടുക അജയേട്ട എന്നിങ്ങനെ പറയും. അപ്പോൾ അബിയും പറയുന്നുണ്ട് കേട്ടോ, അമ്മാവ പെട്ടെന്നൊന്ന് വണ്ടി വിടുകയെന്ന്. അപ്പോൾ അജയും പറയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. പിന്നീട് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അകത്തേക്ക് തന്നെ കയറുന്ന സമയത്ത് നൈനയാണെങ്കിലും ആ പാമ്പിനെ അവിടെ കാണുകയാണ് കേട്ടോ. അപ്പോൾ നൈന എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാ പാമ്പ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടേക്ക് നോക്കുമ്പോൾ ആ പാമ്പ് ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു ഒരു വടി എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വടി എടുത്ത് തോണ്ടിയിടാന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും വേണ്ട, അത് നല്ല വിഷമുള്ള ഇനാണെന്ന് തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, അതുപോലെ ജലജയ്ക്കും അബിക്കൊക്കെ പാമ്പ് അകത്ത് കയറിയത് അറിയായിരുന്നു, അതുകൊണ്ടാണ് അവരിങ്ങനെ വെപ്രാളം പിടിച്ച് നടന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അതിങ്ങനെ സ്വപ്നത്തിൽ പാമ്പ് കടിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്തായാലും എനിക്കറിയാവുന്ന ഒരു പാമ്പ് പിടുത്തക്കാരനുണ്ട്, അയാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദു ആണെങ്കിലും അയാളെ വിളിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ പെട്ടെന്ന് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ വന്നിട്ട് ചോദിക്കും എവിടെയാണ് പാമ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത് മൂർഖനാണ്, അതുകൊണ്ട് കുറച്ച് മര്യാദയുള്ള പാമ്പാണ്, അതുകൊണ്ട് അവിടെ നിൽക്കേ ചെയ്യുള്ളൂ എന്നിങ്ങനെ അയാൾ പറയാനായിട്ട്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അനി അത് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.
അയാളാണെങ്കിലും പാമ്പിൻ്റെ അടുത്ത് ചെന്ന് കൂളായിട്ട് നിന്ന് പാമ്പിനെ പിടിച്ചാണെങ്കിലും പ്ലാസ്റ്റിക് ബാഗിലാക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പാമ്പ് കടിച്ച ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്ന് ചോദിക്കും. അതേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. മൂർഖനാണ് കടിച്ചതെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റും എന്നൊക്കെ ആ പാമ്പ് പിടുത്തക്കാരൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കോ ഒക്കെ ജലജയുടെ കാര്യം ഇപ്പോൾ എന്താവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് കേട്ടോ പാമ്പ് പിടുത്തക്കാരൻ വരുന്നതിന് മുന്നേ എന്തായാലും അയാൾ പാമ്പിനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അയാൾ പോയ ശേഷം ആദർശ് പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ പാമ്പുള്ള കാര്യം ഇങ്ങനെ അപ്പച്ചിക്ക് അറിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും നല്ല സംശയമാവുന്നുണ്ട്, ഈ പാമ്പ് എങ്ങനെ അകത്ത് കയറിയ എന്നുള്ള അതിലൊരു സംശയം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ജലജയാണെങ്കിലും അഭിയാണെങ്കിലും മാറി നിന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നതൊക്കെ നന്ദു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നന്ദു ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്.